ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ധ്യായേദാനന്ദഗന്ധം പരമഗുരുവരം ജ്ഞാനദീക്ഷാകടാക്ഷം ചിന്മുദ്രം സത്സമാധിം സുഹൃതിജനമനോ മന്ദിരം സുന്ദരാംഗം ശാന്തം ചന്ദ്രാവതംശം ശബരിഗിരിവരോത്തുംഗപീഠേ നിഷണ്ണം ചിന്താരത്നാഭിരാമം ശ്രുതിവിനുതപദാംഭോരുഹം ഭൂതനാദം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. സകല ചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത, സകല ലോകങ്ങൾ തന്നാധാരമാകുന്ന ശാസ്ത, സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത, സകല അഭയങ്ങളെയും നീക്കിടും എന്റെ ശാസ്ത, സകല ഭൂതങ്ങൾക്കേശും സർവ ദുഃഖങ്ങളെയും ത്വരിതമകല നീക്കാൻ സ്വാമി തൃപ്പദം കുമ്പിടുന്നേൻ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. പൂജനീയ സ്വാമി ഉദിത് ചൈതന്യജിയുടെ അനുഗ്രഹ ആശംസകളോടെ മണ്ഡലകാലത്ത് ഈ ഒരു ലൈവ് പ്രോഗ്രാം സംഘടിപ്പിച്ച സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ ഭാരവാഹികൾക്കും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ശതകോടി പ്രണാമങ്ങൾ. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈവിന് ശേഷം കാണുന്നവർക്ക് എൻ്റെ നമസ്കാരം. ഇന്നത്തെ വിഷയം ശ്രീമദ് അയ്യപ്പ ഭാഗവത തത്വവിചാരം, അയ്യപ്പ വ്രതചര്യകളും അനുഷ്ഠാനങ്ങളും. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. ശ്രീമദ് അയ്യപ്പ ഭാഗവത്തിലൂടെ ശബരിമല വ്രതചര്യകളുടെ ഭാഗമായ ഓരോ ആചാരങ്ങളും അതിന്റെ പിന്നിലുള്ള തത്വങ്ങളും അവയുടെ ശാസ്ത്രീയതയും നമ്മൾക്ക് ഇന്ന് ഒരുമിച്ച് വിചിന്തനം ചെയ്യാം. അയ്യപ്പധർമ്മ സംരക്ഷണത്തിന് കാലോചിതമായ വ്യാഖ്യാനവും വിശകലനവും അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയതയും തത്വങ്ങളും നാം എല്ലാവരും അറിയേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം എന്ന മഹത് ഗ്രന്ഥത്തെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നേക്ക് 31 വർഷങ്ങൾക്ക് മുൻപ് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹ ഹേതുവാൽ സംജാതമായ ഈ മഹത് ഗ്രന്ഥത്തിൽ അയ്യപ്പസ്വാമിയുടെ ചരിതങ്ങളും തത്വങ്ങളും ഉപദേശങ്ങളും സ്തുതികളും കഥകളും ഒക്കെ 14 കാണ്ഡങ്ങളിൽ 14,000 വരികളിൽ കൂടി പ്രതിപാദിച്ചിരിക്കുന്നു. സീമാതീതമായ അയ്യപ്പ ഭക്തിയിലൂടെയും അചഞ്ചലമായ ധർമാനുഷ്ഠാനത്തിലൂടെയും തന്റെ ജീവിതം നയിച്ച സ്വാമി ത്രയക്ഷര ചൈതന്യജി എന്ന അയ്യപ്പദാസനിലൂടെയാണ് കലിയുഗവരതനായ ഭഗവാൻ നമ്മൾക്ക് ഈ ശ്രീമദ് അയ്യപ്പ ഭാഗവത്തെ ലോക നന്മയ്ക്കായി കനിഞ്ഞു നൽകി. ഈ മഹത് ഗ്രന്ഥം ഭഗവാൻ അയ്യപ്പന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. അത് ദ്രവരൂപത്തിലുള്ള അമൃതമാണ്. അത്യുന്നതമായ ഭക്തിയിലൂടെയും ഉപാസനയിലൂടെയും ഗ്രന്ഥകർത്താവിന്റെ ഉള്ളിൽ പൊന്തിവന്ന അനുഭൂതിയാണ്, അയ്യപ്പ ദർശനമാണ് ഈ ഗ്രന്ഥത്തിന്റെ പൊരുൾ. തന്റെ ഉപാസനാമൂർത്തിയായ ഭഗവാൻ അയ്യപ്പൻ തന്നെ ഹൃദയത്തിൽ ഇരുന്ന് തോന്നിപ്പിച്ച ആ ദർശനം ശ്രീമദ് അയ്യപ്പ ഭാഗവതമായി പുസ്തകമായി ലോകനന്മയ്ക്കായി നമ്മൾക്ക് ലഭിച്ചു. ചണ്ഡികാദേവിയുടെ അവതാരത്തിൽ തുടങ്ങി പാലാഴി മദനത്തിലൂടെ കടന്ന് ഭഗവാൻ അയ്യപ്പന്റെ തിരു അവതാരവും ലീലകളും ആദ്യത്തെ 7 കാണ്ഡങ്ങളിൽ വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. പിന്നീടുള്ള 7 കാണ്ഡങ്ങളിൽ ആ ഭഗവാനെ തിരിച്ചറിയുവാനും നമ്മുടെ ഉള്ളിൽ ആത്മാവായി ദർശിക്കുവാനും
ആ ഭഗവത് തത്വങ്ങളിലേക്ക് ഉയരുവാനുമുള്ള വഴികളാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം നമ്മളെ ലളിതമായി കാണിച്ചു തരുന്നത്. ഈ മഹത് ഗ്രന്ഥത്തിന്റെ 6ാം പതിപ്പ്, അതിന്റെ പ്രകാശനവും അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് റിലീസും സംപൂജ്യ ചിദാനന്ദപുരി സ്വാമിജി ഈ വൃശ്ചികം 1 ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അയ്യപ്പ ഭക്തർക്ക് വേണ്ടി നിർവഹിച്ചു. ഈ ഗ്രന്ഥത്തിലൂടെ നമ്മൾക്ക് ഇന്നത്തെ വിഷയം പെട്ടെന്ന് എത്തി നോക്കാം. നമ്മൾ കടലിൽ പോയി കടൽ കാണുന്നത് എപ്രകാരമാണോ, അത് കടലിന്റെ തീരത്ത് ചെന്ന് നമ്മൾ പറയാറില്ലേ ഞാൻ കടൽ കണ്ടു എന്ന്. അതുപോലെ തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് 1 മണിക്കൂറാണ് സമയം, ആ ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഗ്രന്ഥത്തിലൂടെ നമുക്കൊന്ന് പെട്ടെന്ന് എത്തി നോക്കാം. ചില ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിൽ കൂടി നമ്മൾക്ക് കടന്നു പോകാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 4 യുഗങ്ങളാണ് സനാതന സംസ്കാരത്തിൽ അല്ലെ സനാതന സംസ്കൃതിയിലുള്ളത്. ഏതൊക്കെയാണ് ആ 4 യുഗങ്ങൾ? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം അല്ലെ. നമുക്കറിയാം ഇത് അതിൽ അവസാനമായ 4ാമത്തെ യുഗമായ കലിയുഗമാണ്. സത്യയുഗം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ധ്യാനത്തിനാണ് കൂടുതൽ പ്രസക്തി കൊടുത്തിരുന്നത്. അവിടെ ധ്യാനം ഒരു ഉപാസനാ മാർഗമായിട്ട് സ്വീകരിച്ചിരുന്നു സത്യയുഗത്തിൽ. ത്രേതായുഗത്തിൽ വന്നപ്പോൾ യാഗങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അവിടെ ഉപാസനാ മാർഗമായിട്ട് യാഗങ്ങൾ നടന്നു പോന്നിരുന്നു. 3ാമതായിട്ട് ദ്വാപരയുഗത്തിൽ പൂജകൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. കലിയുഗം ആയ ഈ ഒരു അവസരത്തിൽ, നമ്മൾ കലിയുഗത്തിലാണല്ലോ ഇപ്പോൾ, ഇവിടെ എത്തിയപ്പോൾ മനുഷ്യ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ മനസ്സ് മലിനമാവുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഉപാസനാ മാർഗം? നമ്മളുടെ ഋഷി പരമ്പര നിർദ്ദേശിക്കപ്പെട്ടത് ഭക്തിയോടുകൂടിയ നാമസങ്കീർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉപാസനാ മാർഗം. കലിയുഗത്തിൽ ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. നമുക്കറിയാം എന്തൊക്കെയാണ് ഈ കലിയുഗത്തിൽ സംഭവിക്കുന്നതെന്നും ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് എവിടെയും കാണുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ എന്താണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്? നമ്മളുടെ ഋഷി പരമ്പരകൾ നിർദ്ദേശിക്കപ്പെട്ടത് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഉള്ള ഒരു നാമസങ്കീർത്തനം. അങ്ങനെ സ്വന്തം അഭിവൃദ്ധിക്കും അതുപോലെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം, അതായത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം അല്ലെ ആനന്ദം നേടുക എന്നുള്ളതാണ്. അത് താൻ ആര് എന്ന് അറിയുന്നതിൽ കൂടിയാണ് എന്നാണ് വേദങ്ങളും ഉപനിഷത്തുകളും പുരാണ ഇതിഹാസങ്ങളും എല്ലാം ഉദ്ഘോഷിക്കുന്നത്. അതായത് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും അല്ലെങ്കിൽ പ്രകരണ ഗ്രന്ഥങ്ങളുടെയും എല്ലാത്തിന്റെയും പരമ താല്പര്യം ഒന്ന് തന്നെയാണ്. പരമ താല്പര്യം എന്താണ്? താൻ ആര് എന്ന് അറിയുക. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിജ്ഞാനത്തിൽ കൂടി നമ്മൾക്ക് എല്ലാം മനസ്സിലാക്കാം എന്നാണ് ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് കാട്ടിത്തരുന്നത്. നമ്മളുടെ ആചാര്യ പരമ്പരകളും കാട്ടിത്തരുന്നത് അത് തന്നെയാണ്. അതാണ് പറഞ്ഞത് പരമ താല്പര്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ കലികാലത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാവരും വളരെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ കൂടി പോകുന്നത് അല്ലെ. എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് വേണ്ടത്. എല്ലാവരും നോക്കുമ്പോൾ റെഡിമെയ്ഡും റെഡി ടു ഈറ്റും അല്ലെ, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പോൾ എന്താണ്, വളരെ ലിമിറ്റഡ് ടൈമില് മാക്സിമം ബെനിഫിറ്റ് എങ്ങനെ കിട്ടാമെന്നാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയ നാമജപമാണ്, ഭഗവത് നാമജപം മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നത്. നമുക്ക് അറിയാം, ഒരു സൈഡില് മഹാമാരി പരത്തുന്ന ഭീതി, വേറൊരു സൈഡിൽ നോക്കുമ്പോൾ എല്ലാം ഒരു ഡിജിറ്റൽ യുഗത്തിന്റെ ഭാഗമായിട്ട് ലോകം
ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടും കണക്ടിവിറ്റിയും കണക്റ്റഡ് വേൾഡ് അങ്ങനെയുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെ, ജീവിക്കുന്നത്. ഒന്ന് നോക്കുവാണെങ്കിൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പഴയതുപോലെ തന്നെ നിലനിൽക്കുന്നു. ടെക്നോളജി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കുറെ കൂടെ കൺവീനിയൻസ് ഉണ്ടെങ്കിലും നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം പഴയ പോലെ തന്നെ നിലനിൽക്കുന്നു. ശരിയല്ലേ? അപ്പൊ ഭക്തിയോട് കൂടിയുള്ള ഒരു നാമജപം അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഭക്തി സാധനയിൽ കൂടി ആ തത്വങ്ങളിലേക്ക്, അല്ലെ ആ തത്വങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക, നമ്മൾ എന്തിനാണ് ആചാരങ്ങൾ ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള വിചാരം എന്താണ്, അതിന്റെ പിന്നിലുള്ള ഭാവം എന്താണ്. അപ്പോൾ ആചാരങ്ങൾ അറിഞ്ഞ് ആചരിക്കണം, ആചാരങ്ങളുടെ പിന്നിലുള്ള വിചാരവും ഭാവവും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ രണ്ട് ഭാഗങ്ങൾ കൂടി ആകുമ്പോൾ, അതായത് വിചാരവും ഭാവവും ആചാരങ്ങൾക്കൊപ്പം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ സംസ്കൃതിയെ കുറെ കൂടി നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് പൂർവികർ ഇതൊക്കെ ചെയ്തിരുന്നത്, അതിന്റെ താത്വികമായ വശം, അതായത് ശാസ്ത്രീയമായിട്ടും താത്വികമായിട്ടും നമ്മൾ അത് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ, അത് വിചാരഭാവങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ആചാരങ്ങളെ കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആചാരങ്ങളും വിചാരങ്ങളും അതിന്റെ പിന്നിലുള്ള ഭാവവും അറിയുമ്പോഴാണ് പൂർണ്ണതയുണ്ടാകുന്നത്. നമുക്കറിയാം, ശബരിമല ദർശനത്തോട് അനുബന്ധിച്ചുള്ള വ്രത അനുഷ്ഠാനങ്ങൾ, ആ വ്രതാനുഷ്ഠാനങ്ങളുടെ പിന്നിൽ ധാരാളം ആചാരങ്ങളുണ്ട്, അതിന്റെ പിന്നിൽ ധാരാളം തത്വങ്ങളുണ്ട്. അപ്പൊ അത് വിചാരം ചെയ്ത് അതിന്റെ ആ ഭാവം നമ്മുടെ ഉള്ളിൽ എത്തുമ്പോൾ നമ്മൾക്ക് അത് തികച്ചും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, മുദ്രധാരണം ഗുരുസ്വാമിയെ കണ്ടുപിടിച്ച് ഒരു മുദ്രധാരണം നടത്തി, മാനമുദ്ര ധരിച്ച് അങ്ങനെ ഒരു ജീവിതചര്യയിൽ കൂടി ഒടുവിൽ ശബരിമലയിൽ പോയി ആ മകരജ്യോതി കണ്ട് ആ തത്വം ദർശിച്ച് തിരിച്ച് വരുന്ന, അല്ലെ, ഒരു സമ്പ്രദായം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം ആ തീർത്ഥാടനം ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത്, അതുപോലെ തന്നെ ശേഷം വന്നിട്ട് നമ്മൾ എങ്ങനെയുള്ള ഒരു ജീവിത ചര്യയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏറെക്കുറെ അറിയാം. പക്ഷെ എങ്കിലും നമ്മൾ കുറച്ചുകൂടി ആ കാര്യങ്ങൾ ഇന്ന് നമുക്ക് വിചാരം ചെയ്യാം. ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് മുഖ്യം, അല്ലെ? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശബരിമലയോടനുബന്ധിച്ച് അല്ലെങ്കിൽ ശബരിമല ദർശനത്തിനോടനുബന്ധിച്ച് ഏറ്റവും മുഖ്യമായത് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. എന്തിനാണ് 41 ദിവസം? 41 ദിവസം തന്നെ വേണോ? അതിൽ കുറച്ചുകൂടെ അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ആർക്കും ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും പോയിക്കൂടെ? ഇതല്ലേ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ചുറ്റുപാട്. അതുപോലെ തന്നെ എന്താണ്, ഒരു ടൂറായിട്ട് ശബരിമല ദർശനം തന്നെ ഒരു ടൂറായിട്ട് കാണുവാൻ എന്തുകൊണ്ട് സാധിച്ചുകൂടാ? അപ്പൊ അവിടെ നമ്മൾ അറിയേണ്ടത് 4 കാര്യങ്ങളാണ്. ആരാണ് ഇവിടെ അധികാരി? എന്താണ് വിഷയം? എന്താണ് പ്രയോജനം? അതുപോലെ തന്നെ എന്താണ് സംബന്ധം? നമുക്കറിയാം, അധികാരി എന്ന് പറയുമ്പോൾ ഇവിടെ വ്രതം നോക്കുന്ന ഭക്തൻ തന്നെയാണ് അധികാരി, അല്ലെ? ഭക്തനാണ് അധികാരി. ഇവിടുത്തെ വിഷയം എന്താണ്? വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം അഥവാ ആത്മസാക്ഷാത്കാരം. ഇതാണ് ഇവിടുത്തെ ടോപ്പിക്, വിഷയം. ഇനി ഇവിടുത്തെ പ്രയോജനം എന്താണ്? തന്റെ അഭ്യുദയം, തന്റെ ശ്രേയസ്, അല്ലെങ്കിൽ വേദാന്തപരമായി പറയുകയാണെങ്കിൽ മോക്ഷം, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി അതിനെ മോഡേൺ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നർ ഫ്രീഡം, നമ്മൾക്ക് ഉള്ളിൽ നിന്നും കിട്ടുന്ന ആന്തരികമായ ആ സ്വാതന്ത്ര്യം. 4മതായിട്ട് സംബന്ധം. ഇവയൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്ക് ഈ 4 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഇത് ആർക്കാണ് ഇതിന്റെ പ്രയോജനം? ആരാണ് ഇത് ചെയ്യേണ്ടത്? എന്താണ് വിഷയം? അത് ഇതുമായിട്ടുള്ള സംബന്ധം എന്താണെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഒരിക്കൽ ഒരു ഓടുന്ന ഒരു വ്യക്തി, അതായത് നമ്മൾ പറയും
സ്പ്രിന്റർ എന്ന് പറയും, അത് ഓട്ടക്കാരൻ മലയാളത്തിൽ പറയുകയാണ്. ഒരു ഓട്ടക്കാരന്റെ വീട്ടിൽ കള്ളൻ കയറി. ഓട്ടക്കാരനായ സ്ഥിതിയിൽ കള്ളനെ പിടിക്കാൻ പാടില്ലല്ലോ, എളുപ്പമല്ല, ഈസി അല്ലേ. അപ്പൊ കള്ളൻ ഇതെടുത്ത് ഓടുന്നതിന് പുറകെ ഓട്ടക്കാരൻ ഓടി. പക്ഷെ അയാൾ മറന്നുപോയി താൻ തന്റെ വീട്ടിൽ നിന്ന് കള്ളൻ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്, അയാളെ പിടിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അത് മറന്ന് ആ മനുഷ്യൻ കള്ളനെ തോൽപ്പിച്ച് ഓടി. രണ്ടാമത്തെ തവണ ഇതുപോലെ തന്നെ അതേ കള്ളൻ തന്നെ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഓടി. ഇയാള് പുറകെ ഓടി. കുറെ കഴിഞ്ഞ് കള്ളനെ പിടിച്ചു. അപ്പോൾ ആ കള്ളൻ പറഞ്ഞു, സാറെ ക്ഷമിക്കണം, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മോഷ്ടിച്ചത്, ഞാനത് വേണമെന്ന് വെച്ചിട്ടല്ല, എനിക്ക് എന്റെ ഒരു സാഹചര്യം കാരണമാണ് ഇങ്ങനെ പറ്റിപ്പോയത്. ഓക്കെ, എന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, എന്റെ ചെരുപ്പ് അങ്ങയുടെ വീട്ടിലിട്ട് മറന്നുപോയി. ഓക്കെ, ഞാൻ ആ ചെരുപ്പ് എടുത്തോണ്ട് തിരികെ വരാം, അങ്ങോട്ട് നിൽക്കൂ. കള്ളൻ എന്ത് കാണിച്ചു? കള്ളൻ ആ വഴി അങ്ങ് പോയി. മൂന്നാമതേ ഇതുപോലെ തന്നെ ഈ കള്ളൻ ഈ സ്പ്രിന്ററിന്റെ വീട്ടിലെത്തി, ഓട്ടക്കാരന്റെ വീട്ടിലെത്തി, അതുപോലെ തന്നെ മോഷ്ടിച്ചു. അവിടെ അതുപോലെ തന്നെ ഈ കള്ളൻ ഓടി, കള്ളന്റെ പുറകെ ഓട്ടക്കാരൻ ഓടി, അങ്ങനെ കുറെ ഓടി ഇങ്ങനെ പിടിച്ചു. അപ്പോൾ സെയിം എക്സ്ക്യൂസ് ഇയാൾ പറഞ്ഞു, ഈ കള്ളം പറഞ്ഞു, ഞാൻ ഈ തവണ ഞാൻ ചെരുപ്പിട്ട് പോയി, ഈ തവണ നമുക്ക് ഇതിനി ഞാൻ ഇനി ചെയ്യില്ല, എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്പ്രിന്റർ പറയുന്നു, ഈ ഓട്ടക്കാരൻ പറയുന്നു, ഓക്കെ നിന്റെ അടവൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ തവണ നീ ഇവിടെ നിൽക്കും, ഞാൻ പോയി നിന്നെ ചെരുപ്പെടുത്തുണ്ട്. എന്തുണ്ടായെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു പക്ഷേ നമ്മുടെ ഒക്കെയും ജീവിതം. എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്താണ് നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യം? എന്താണ് പർപ്പസ് ഇൻ അവർ ലൈഫ്? അത് ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. അപ്പോൾ ശരിയാവണ്ണം നമ്മൾക്ക് പ്രയോജനം വരുന്ന രീതിയിൽ ആയിരിക്കണം വ്രത അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടത്. അതിനാണ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആചാര വിചാര ഭാവന ഉൾക്കൊണ്ടുള്ള ഒരു വ്രതാനുഷ്ഠാനം നിർവഹിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ വ്രതാനുഷ്ഠാനത്തിനോടൊപ്പം തന്നെ നമ്മൾക്ക് ശാസ്ത്ര പഠനവും ഉണ്ടാകണം, അത് ഗുരുമുഖത്തു നിന്നും ലഭിക്കണം. അപ്പൊ അങ്ങനെ ഒരു ആമുഖത്തോടുകൂടി നമ്മൾക്ക് ഇന്നത്തെ തത്വവിചാരത്തിലേക്ക് കടക്കാം. ഈ തത്വവിചാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ 3 പദങ്ങൾ അറിയണം. 3 ടേംസ്, ടെക്നിക്കൽ ടേംസ് അല്ല, പദങ്ങൾ എന്ന് പറയും. അത് ആ 3 പദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ പദം ജീവൻ, രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ ജഗത്ത്, മൂന്നാമത്തെ പദം ഈശ്വരൻ. നമുക്ക് ഒരുപക്ഷെ അറിയാം ജീവൻ എന്താണെന്നും ജഗത്ത് എന്തെന്നും, അല്ലെ? നമ്മൾക്ക് കുറെയൊക്കെ പരിചയമുണ്ട്. ഒരുപക്ഷെ അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സംശയവും ഉണ്ട് അതിൽ. എന്താണ് ജീവൻ, എന്താണ് ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ് ജഗത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, നമുക്കത് വിവരിക്കാൻ പറ്റും. ഇനി മൂന്നാമതായിട്ടുള്ള പദം എന്താണ്? ഈശ്വരൻ. അത് കുറെയൊക്കെ പിടികിട്ടാത്ത ഒരു കാര്യം കൂടിയാണ്. അവിടെ കുറച്ച് ക്ലാരിറ്റി കുറവുമാണ്, കുറച്ചൊരു ക്ലാരിറ്റി കുറവുള്ള ഒരു ടേമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ വിചാരിക്കും ജീവനും ജഗത്ത് എല്ലാം നമുക്ക് എളുപ്പമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ 3 പദങ്ങളിലും ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അതായത് എന്തിനാണ് നമ്മൾ ഈ ആചാര വിചാരങ്ങൾ ഭാവനകളൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് നമ്മളുടെ ഈ ഹിന്ദു ധർമ്മത്തില്, സനാതന ധർമ്മത്തില് ഇങ്ങനെയുള്ള ചര്യകളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ 3 ടേംസ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ അവസരത്തിൽ ഈ 3 പദങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് നോക്കാം. ഈ 42 ദിവസത്തെ വ്രതമെടുത്ത് ഈ ഭഗവാനെ, അയ്യപ്പ സ്വാമിയെ ദർശിക്കുന്ന ഭക്തനോട് അയ്യപ്പ ഭഗവാൻ തന്നെ പറയുന്നു, തത്വമസി, അത് നീ തന്നെയാകുന്നു. അതായത് നമുക്ക് അറിയാവുന്നതാണ് ഈ മഹാവാക്യം. ഈ
തത്വം നമ്മൾക്ക് അറിയണമെങ്കിൽ എന്താണ് വേണ്ടത്? വളരെ വ്യക്തമായിട്ട് ഈ ജീവനെയും ജഗത്തിനെയും ഈശ്വരനെയും അറിയണം. നമുക്കപ്പോൾ ജീവൻ എന്ന പദം നോക്കാം. അപ്പൊ ഇവിടുത്തെ തത്വമസിയില് തത് ത്വം അസി, ത്വം പദാർത്ഥമാണ് ഇവിടെ ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എന്ന് പറഞ്ഞു. നമുക്കൊന്ന് നോക്കാം, ഈ ത്വം കൊണ്ട് അല്ലെ ത്വം പദാർത്ഥം കൊണ്ട് അല്ലെ ഈ ജീവൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ശരീരമാണോ? ശരീരമാണോ? അതായത് ഈ കാണുന്ന ശരീരമാണോ നാം ജീവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും കുറെ വർഷങ്ങൾക്ക് ശേഷം ഇല്ലാതെയാവും. ഈ ശരീരം തന്നെ മാറിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെ? അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ വിനശ്യതേ. അപ്പൊ ഇങ്ങനെയുള്ള പരിണാമങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ദിനം പ്രതി നിമിഷം തോറും ഈ ശരീരം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈ ജീവൻ അല്ലെങ്കിൽ നമ്മളുടെ റിയൽ സ്വരൂപം എന്ന് പറയുന്നത്, നമ്മുടെ എസൻസ് എന്ന് പറയുന്നത് ശരീരം അല്ല എന്ന് നമുക്ക് തികച്ചും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ ശരീരം എന്ന് പറയുന്നത് നാം അഭിമാനിക്കുന്നതായിട്ടുള്ള അഹങ്കാരമാണോ? ഈ ഈഗോ അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഭാവങ്ങളാണോ ഈ ശരീരം എന്ന് പറയുന്നത്? ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ നമ്മളുടെ അഭിമാനവും അതായത് ഈഗോ ഇമോഷൻസും എല്ലാം മാറിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് കാണുവാൻ സാധിക്കും അതിന്റെ പിന്നിൽ എന്തോ മാറാതെ നോക്കുന്ന അല്ലെങ്കിൽ കാണുന്ന എന്തോ ഉണ്ട്. അതായത് ശരീരത്തിലെ പരിണാമങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ മാറുന്ന ശരീരത്തെ മാറാതെ ആയിട്ടുള്ള എന്തോ പുറകിൽ നിന്ന് കാണുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും നമ്മളുടെ അഭിമാനവും അല്ല, അഹങ്കാരവും അല്ല. ഇനി പ്രാണനാണോ? അതുമല്ല. കാര്യം പ്രാണന്റെ വ്യതിയാനങ്ങളും നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഒരുപക്ഷെ മനസ്സായിരിക്കും ഈ ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മനസ്സാണോ എന്ന് നോക്കൂ. മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. മനസ്സിന്റെ മാറ്റങ്ങൾ പോലും നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ശരിയല്ലേ? ഇനിയും ബുദ്ധിയാണോ? നമ്മൾക്ക് ഒരുപക്ഷെ ഇങ്ങനെ തോന്നും, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്, അറിവാണ് എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് തോന്നും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾക്ക് അറിയാവുന്നതും അതുപോലെ തന്നെ അറിയാത്തതുമായ കാര്യങ്ങൾ പോലും നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ബുദ്ധിയുമല്ല. ഈ റിയൽ ജീവൻ അല്ലെ റിയൽ ത്വം അല്ലെങ്കിൽ നമ്മളുടെ സ്വരൂപം എന്ന് പറയുന്നത് ശരീരമല്ല, പ്രാണനല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇന്ദ്രിയങ്ങളല്ല. ഇതൊക്കെ മാറുന്ന കാര്യങ്ങളെ കാണുവാൻ സാധിക്കുന്ന അതിന്റെ പിന്നിലുള്ള ബോധമാണ്. ശ്രുതി പറയുന്നു സ്വയം ആത്മാ ചതുഷ്പാദ്. നമുക്കൊന്നുകൂടെ കുറച്ച് ഡെപ്തിൽ പോവാം. 3 അവസ്ഥകളാണ് നമ്മൾക്ക് ഉള്ളത്. നമ്മൾ ഉണർന്നിരുന്ന് ഈ ശരീരത്തിൽ മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും എല്ലാം ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്ന ജാഗ്രത അവസ്ഥ, അതായത് അവേക്കൻഡ് സ്റ്റേറ്റ്. അതിൽ നമ്മൾക്ക് അറിയാം ശരീരം ഉണർന്നിരിക്കുന്നു, മനസ്സ് ഉണർന്നിരിക്കുന്നു, ഇന്ദ്രിയങ്ങളും പ്രാണനും ബുദ്ധിയും എല്ലാം ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നു. നോക്കൂ, ഇനി സ്വപ്നാവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്? സ്വപ്നാവസ്ഥയില് നമ്മൾക്ക് ശരീരബോധമില്ലാതെയാവുന്നു. ശരിയല്ലേ? ശരീരബോധമില്ല, അവിടെ ഇന്ദ്രിയങ്ങളും ശരീരവും എല്ലാം അടങ്ങി മനസ്സാണ് അവിടെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വപ്നം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഉണ്ടാകുന്ന പ്രൊജക്ഷൻസ് ആണ്. ശരിയല്ലേ? ഇനി സുഷുപ്തി അവസ്ഥ, അതായത് നമ്മുടെ ഡീപ് സ്ലീപ്പ്, ആ അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്? ശരീര, ഇന്ദ്രിയ, മനസ്സ്, ബുദ്ധി ഇവയെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഇവയെല്ലാം ആ ബോധത്തിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. ഇവയൊന്നും പ്രവർത്തിക്കുന്നില്ല ആ സമയത്ത്. മറിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം ആ ബോധത്തിൽ ലയിക്കുന്നു. കാര്യം
നമ്മൾ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സുഷുപ്തിയിൽ നമ്മൾ സുഷുപ്തി കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴും ഞാൻ സുഖമായി ഉറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിലനിൽക്കുന്നുണ്ട്, സുഷുപ്തിയിലും നമ്മൾ നിലനിൽക്കുന്നുണ്ട്. ഈ ശരീരങ്ങളും ഇന്ദ്രിയവും മനസ്സും ബുദ്ധി ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ എക്സിസ്റ്റൻസ് അവിടെ ഉണ്ട്, നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് ഉണർന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് ഈ ശരീരം അല്ലെങ്കിൽ ഇന്ന് എനിക്ക് അത്ര മൂടില്ല, അല്ലെങ്കിൽ നന്നായി ഉറങ്ങി, നല്ല ഉറക്കമായിരുന്നു, 5 മണിക്കൂർ തികച്ചു ഉറങ്ങി, വളരെ സന്തോഷത്തോടു കൂടി ഉറങ്ങി. അത് മാത്രമല്ല, ആ ഒരു സുഷുപ്തിയിൽ ഇതെല്ലാം, ഈ ഇന്ദ്രിയങ്ങളെല്ലാം, മനസ്സും ഇന്ദ്രിയവും ബുദ്ധിയും എല്ലാം ലയിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾക്ക് അവിടെ സന്തോഷമുള്ളൂ, ആനന്ദം മാത്രമേ ഉള്ളൂ. ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ അതാണ് പറയുന്നത്. സുഷുപ്തിയിൽ ഒരിക്കലും ഒരു ദുഃഖപൂർണമായിട്ട് ആരും ഉറങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ 3 അവസ്ഥകൾ, അതായത് ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയും ഒക്കെ നമ്മൾക്ക് വിവിഡായിട്ട് കാണാൻ പറ്റുമെങ്കിലും നമുക്ക് പറയാൻ പറ്റും ഈ 3 അവസ്ഥകളുടെയും പിന്നിൽ എന്നെ നിലനിർത്തുന്ന എന്തോ ഉണ്ട്. ആ ബോധമായ എന്റെ അസ്തിത്വം, അതായത് എന്റെ എക്സിസ്റ്റൻസ്, അതാണ് ശ്രുതി പറഞ്ഞത് സ്വയം ആത്മാ ചതുഷ്പാദം, 4ാമത്തെ അവസ്ഥയായ തുര്യാവസ്ഥ എന്ന്. അതൊരു അവസ്ഥയല്ല, അത് വേറെ ഒരു അവസ്ഥയായിട്ടല്ല, അത് ഇതിന്റെ എല്ലാം പിന്നിൽ നിൽക്കുന്നത്. അതായത് ആ ചൈതന്യമാണ് ഞാൻ, എന്റെ നിലനിൽപ്പിന് ആധാരമായ ആ ബോധമാണ്, ആ ചൈതന്യമാണ്. ഹരിനാമകീർത്തനത്തില് എഴുത്തച്ഛൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദബന്ധു ഹരി നാരായണാഹരി. അതായത് മനസ്സിന്റെ മനസ്സ്, കണ്ണിന്റെ കണ്ണ്, വാക്കിന്റെ വാക്ക്. ഉപനിഷത്ത് വീണ്ടും പറയുന്നു, ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനോ വാചോഹവാചം സൗ പ്രാണസ്യ പ്രാണം ചക്ഷുഷ ചക്ഷു അതിമുച്യതീര. അതായത് ഈ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും എല്ലാം പിന്നിൽ അതിനെയൊക്കെ നിലനിർത്തുന്നതായ ആ ബോധശക്തി, ആ അയ്യപ്പ ശക്തി, ആ ചൈതന്യമാണ് റിയലായിട്ടും എന്റെ സ്വരൂപം, നമ്മുടെ എല്ലാവരുടെയും സ്വരൂപം. അതാണ് ത്വം എന്ന് പറയുന്നത്, ത്വം പദം. ഇവിടെ ഒരു ഉപമ ഞാൻ കൊണ്ടുവരാം. നമുക്കറിയാം നമ്മുടെ ശരീരം ഇതാണ്, ഈ ശരീരത്തിൽ ഒരു മനസ്സുണ്ട്, മനസ്സിനോട് ബുദ്ധിയും കൂടെ പ്രവർത്തിക്കുന്നു. ഈ മനസ്സിനൊരു ക്വാളിറ്റി ഉണ്ട്. മനസ്സിന്റെ ക്വാളിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധത്തെ, നമ്മളെ ഇതിന്റെ മനസ്സിനെയും നിലനിർത്തുന്ന ആ ബോധത്തെ പ്രതിബിംബിക്കാനുള്ള, അതായത് റിഫ്ലക്ട് ചെയ്യുവാനുള്ള ഒരു കഴിവുണ്ട് മനസ്സിന്. അതായത് മനസ്സിന്റെ തലത്തിൽ ഈ ചൈതന്യത്തെ, ആ അയ്യപ്പ തത്വത്തെ, ആ ബോധത്തെ മനസ്സിന് അത് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു ഉപമ നോക്കാം. ഇവിടെ സൂര്യൻ, ഉദിച്ചിരിക്കുന്ന സൂര്യനെ നമ്മൾ 3 പാത്രങ്ങൾ ഒന്ന് സങ്കല്പിക്കും. 3 പാത്രങ്ങൾ. ഒരു പാത്രത്തിൽ ഒരു കളറുള്ള വെള്ളം, വേറൊരു പാത്രത്തിൽ കുറച്ച് കലക്ക വെള്ളം, വേറൊരു പാത്രത്തിൽ പ്യുവറായിട്ടുള്ള വെള്ളം. ഈ 3 പാത്രങ്ങളിലും ഈ സൂര്യന്റെ പ്രതിബിംബം ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ ഈ 3 പാത്രങ്ങളിലും ഒരേ സൂര്യൻ അവിടെ നിന്നു, ഒരേ സൂര്യന്റെ റിഫ്ലക്ഷൻ എങ്ങനെ, അല്ലെങ്കിൽ പ്രതിബിംബം കാണുന്നത് 3 ഡിഫറെന്റ് ആയിട്ടല്ലേ? ഒരേ സൂര്യൻ തന്നെയാണ് പ്രകാശിക്കുന്നത്, പക്ഷെ നമ്മൾ കാണുന്നത് 3 വ്യത്യസ്തമായിട്ടാണ്. അതായത് 3 പാത്രങ്ങളിൽ കാണുന്നത്, അതായത് 3 പാത്രങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. അതൊരു തരം. രണ്ടാമത്, ഈ 3 പാത്രങ്ങളിലുള്ള ജലത്തിന്റെ ക്വാളിറ്റിയും ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിന് ഈ ചൈതന്യത്തെ, അതായത് ഈ സൂര്യൻ എന്ന് ഉപയോഗിച്ച ആ ഒരു മാറ്റമില്ലാത്ത ചൈതന്യത്തെ പ്രതിബിംബിക്കാൻ പറ്റും, അതായത് റിഫ്ലക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ മനസ്സ് എവിടെയാണ്? ആ മനസ്സ് നിലനിൽക്കുന്നത്, ആ മനസ്സ് ഈ ഒരു ശരീരത്തിനോട് ചേർന്നാണ്. അതായത് ഈ റിഫ്ലക്റ്റിംഗ് മീഡിയം, അല്ലെങ്കിൽ നമുക്ക് പറയാം, ഗീതയുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ ക്ഷേത്രം, ഈ ശരീരം എന്ന് പറഞ്ഞ ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ കൂടി
ഈ പ്രതിബിംബ ചൈതന്യം, അതായത് ഈ ക്ഷേത്രം ഇവിടെ ഉപാധി എന്ന് മനസ്സിലാക്കി, അതായത് ഇതിൽ കൂടിയാണോ പ്രതിഫലിക്കുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ there is a reflected consciousness, ഒരു പ്രതിബിംബ ചൈതന്യം. there is a reflected medium, അതായത് നമ്മളുടെ ബോഡി, നമ്മളുടെ ശരീരം, അതിനെ ക്ഷേത്രം എന്ന് പറയാം, അതൊരു ഉപാധി എന്ന് പറയാം. അതിൽ കൂടിയാണ് ഈ പ്രതിഫലിക്കുന്നത് ഈ ഒരു പ്രതിബിംബ ചൈതന്യം. ഇത് രണ്ടും മാത്രം മതിയോ? ഈ റിയൽ ആയിട്ടുള്ള സൺ, അതായത് സൂര്യൻ ഷൈൻ ചെയ്യുന്നത് കൊണ്ടല്ല ഇതില് ഈ പ്രതിബിംബ ചൈതന്യം ഉണ്ടാകുന്നത്. ഈ പാത്രത്തില് ജലം ഉണ്ടായിട്ട് ആ സൂര്യൻ ഉണ്ടാകുമെങ്കിൽ മാത്രമല്ലേ ഈ പ്രതിഫലനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാക്ഷി ചൈതന്യമാണ്, ആ വിറ്റ്നസ് കോൺഷ്യസ്നെസ് ആണ്. അത് മാറ്റമില്ലാത്ത ചൈതന്യമാണ്, അത് മാറ്റമില്ലാത്ത ബോധമാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ജീവന്റെ ശരിയായ സ്വരൂപം എന്ത്. മനസ്സിനൊരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു, അത് പ്രതിബിംബിക്കാൻ പറ്റും, റിഫ്ലക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിന്റെ തലത്തിൽ നിന്ന് മനസ്സിന്റെ പിന്നിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. മനസ്സിന്റെ പിന്നിലും അല്ലെങ്കിൽ പുറകിലും ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആ ചൈതന്യ തത്വം, അതാണ് എന്റെ എക്സിസ്റ്റൻസ്, അതിലേക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കുന്നില്ല. കാര്യം മനസ്സിന് ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്. ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിലെ നവമകാണ്ഡത്തിൽ ഈ ജീവന്റെ ശരിയായ സ്വരൂപം എന്ന് വിവരിച്ചിരിക്കുന്നു. ദേഹികൾ ഗാത്രങ്ങളാം ക്ഷേത്രങ്ങൾ തത്വവും ഓതിയിടുന്നേ. ദേഹികൾ ഗാത്രങ്ങളാം ക്ഷേത്രങ്ങൾക്കുള്ള വാഴും. അതായത് ഈ ശരീരം എന്ന് പറയുന്നത് ക്ഷേത്രമായിട്ടാണ്. അപ്പൊ ഓരോ ശരീരവും ഓരോ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾക്കുള്ളിൽ വാഴുന്നത് ആരാണ്? ക്ഷേത്രജ്ഞൻ, ആ ചൈതന്യം, ആ അയ്യപ്പൻ. ക്ഷേത്രജ്ഞൻ ഞാൻ എന്നുള്ള തത്വവും ഓതിയിടുന്നേ. ഒരേ ക്ഷേത്രജ്ഞൻ, ഒരേ ചൈതന്യം ആണ് ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം കുടികൊള്ളുന്നത് എന്നുള്ള ആ തത്വം നീ അറിയൂ എന്ന് ഭഗവാൻ നവമകണ്ഠത്തിൽ കൂടി പറയും. അത് മാത്രമല്ല, സർവദാ സത്തിലും സത്തായി മരുകുന്നോൻ, സർവാനന്ദാവിർഭൂതമായുള്ള മണികണ്ഠൻ, നിർവികാരാത്മാരാമൻ, കൈവല്യപ്രദൻ നിത്യൻ, ജനികളിൽ മറഞ്ഞുള്ളം വാഴുന്നോൻ ഭൂതനാഥൻ. സർവദാ സത്തിലും സത്തായി മരുകുന്നു, സത്വസ്തുവായിട്ട് മരുകുന്നവൻ ആര്? അതാരാണ്? അത് ഭൂതനാഥൻ, അതാണ് അയ്യപ്പൻ, അതാണ് മണികണ്ഠൻ. ആ ചൈതന്യം എപ്രകാരമാണ്? നിർവികാരാത്മാരാമൻ, കൈവല്യപ്രദൻ, നിത്യവസ്തുവായ ആ ചൈതന്യം മണികണ്ഠനാണ്. അത് ജനന മരണങ്ങൾക്ക് എല്ലാം ബിയോണ്ടാണ്. ജനികളിൽ മറഞ്ഞുള്ളം വാഴുന്നു, അതായത് മരണവും ജനനവും ഒന്നുമില്ലാത്ത എപ്പോഴും നിലനിൽക്കുന്ന ആ സത്വസ്തുവാണ്, ആ ചൈതന്യമാണ് മണികണ്ഠൻ, അതാണ് ഭൂതനാഥൻ, അതാണ് അയ്യപ്പൻ എന്ന് ശ്രീമദ് അയ്യപ്പ ഭാഗവതം നവമകാണ്ഡം നമ്മൾക്ക് കാട്ടിത്തരും. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ബോധസ്വരൂപനായി വാഴുന്നവനാണ് അയ്യപ്പൻ. നമ്മുടെ ഉള്ളിൽ ബോധസ്വരൂപനായിട്ട്, അതായത് വ്യഷ്ടി എന്ന് പറയാം നമുക്ക്, അത് മൈക്രോകോസം, അതായത് ജീവന്റെ തലത്തിൽ നോക്കുമ്പോൾ ജീവന്റെ ഉള്ളിൽ വാഴുന്ന ആ എസൻസ്, ആ ഇന്റലിജൻസ്, ആ ചൈതന്യമാണ് അയ്യപ്പൻ. അങ്ങനെ ഈ ചൈതന്യത്തെ മനസ്സിലാക്കുന്നവൻ, ഉപനിഷത്ത് പറയുന്നു, അമൃതാഭവന്തി ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് വാചോഹവാചം സൗ പ്രാണസ്യ പ്രാണ ചക്ഷുഷ ചക്ഷുർ അതിമുച്യതീര പ്രേത്യാസ്മാത് ലോകാത് അമൃതാഭവന്തി. ഇത് അറിയുന്നവൻ അമൃതത്വം നേടുന്നു, അവൻ ജ്ഞാനിയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ശരണാഗതിയാണ്. ഈ ശരീരത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ സത്യത്തെ അറിയുക, അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഈ ശരീരത്തിൽ ഇരുന്ന് ഈ സത്യത്തെ അറിയുക. അപ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെയുണ്ടെങ്കിൽ ഈ കർമ്മമൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ആ കർമ്മം ഈസി ആയിട്ട് നടക്കുവാൻ വേണ്ടി ഭഗവാൻ പറയുന്ന ടിപ്പാണ്, ആ കർമ്മത്തെ കർമ്മയോഗമാക്കിക്കൊള്ളൂ.
അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വ്യവഹാരത്തിന് വേണ്ടുന്നത് ആ കർമ്മങ്ങൾ ചെയ്തോളൂ. ആ കർമ്മം don't do just as a mere work. You convert the work as worship. കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റുവാനാണ് ഭഗവാൻ പറയുന്നത്. എന്തിനാണ് കർമ്മയോഗമാക്കുന്നത്? നമുക്കറിയാം. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു വ്യവഹാരം ഈ ലോകത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കർത്തൃത്വവും ഭോക്തൃത്വവും രാഗവും ദ്വേഷവും ഒക്കെ വന്നെന്നിരിക്കും വ്യവഹാര തലത്തിൽ. ആ ട്രാൻസാക്ഷൻ പ്ലെയിനിൽ അതൊക്കെ ഒരു പക്ഷെ ഉണ്ടായിരുന്നിരിക്കും. അത് നമ്മളുടെ ഇന്നർ പ്ലെയിനിലേക്ക്, അതായത് നമ്മുടെ ഉള്ളിലേക്ക് ഈ വാസനകൾ കൂട്ടാതെ ഇരിക്കുവാൻ വേണ്ടിയാണ് കർമ്മം കർമ്മയോഗമാക്കുവാൻ പറയുന്നത്. രാഗവും ദ്വേഷവും കർത്തൃത്വവും ഭോക്തൃത്വവും ഒന്നും ഇങ്ങനെയുള്ള വാസനകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റെയിൻസ് അല്ലെങ്കിൽ ഇംപ്രിന്റ്സ് ഇതൊന്നും ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് കർമ്മത്തെ കർമ്മയോഗമാക്കുവാൻ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ജീവൻ എന്തെന്ന് നമുക്ക് മനസ്സിലായി, ജീവന്റെ സ്വരൂപം എന്താണെന്ന് മനസ്സിലായി, ത്വം പദാർത്ഥം എന്ത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇനി നമ്മൾക്ക് തത് പദാർത്ഥത്തിലേക്ക് പോകാം. അതായത് ആ ഈശ്വരൻ, ആ അയ്യപ്പൻ ആര്? നമ്മൾ ധ്യാന ശ്ലോകത്തിൽ കണ്ടു, ഭഗവത് മഹാത്മ്യത്തിൽ സകല ചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത, സകല ലോകങ്ങൾ തന്നാധാരമാകുന്ന ശാസ്ത, സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ വാഴുന്ന ശാസ്ത്ര, സകല ലോകങ്ങൾ തന്നെ ആധാരമാകുന്ന ശാസ്ത്രം. ഈ സകല 14 ലോകങ്ങൾ, അതായത് എന്തൊക്കെയാണ് യൂണിവേഴ്സും അല്ലെങ്കിൽ മിൽക്കി വേ, ഗാലക്സി എന്തൊക്കെയാണ് അതെല്ലാം അടക്കി ഭരിച്ച് നടത്തുന്ന അല്ലെങ്കിൽ വാഴുന്ന ആ ഒരു ചൈതന്യം സകല ചരാചരങ്ങൾക്ക് ഉള്ളിലും വാഴുന്നു. സകല ചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത്ര, സകല ലോകങ്ങൾ തന്നെ ആധാരമാകുന്ന ശാസ്ത്ര, അതേ ചൈതന്യം തന്നെയാണ് എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എന്താണ്? സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്രം. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്റലിജൻസ്, ആ തത്വം. എന്തിനൊക്കെ അതിന് പ്രാപ്തമാകുന്നു? സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്രം. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളെയും ആ ഭഗവാന് മാറ്റുവാൻ സാധിക്കും. സകല അഭയങ്ങളും ഏകിടും എന്റെ ശാസ്ത്രം. എല്ലാ അഭയങ്ങളും ആ ജഗദീശ്വരന് നൽകുവാൻ സാധിക്കും. പിന്നെ എന്താണ്? സകല ഭൂതങ്ങൾക്ക് ശേഷം സർവ്വ ദുഃഖങ്ങളെയും, എന്ത് ദുഃഖം ഉണ്ടായാലും അത് മാറ്റുവാൻ ത്വരിതമകല നീക്കാൻ സ്വാമി തൃപ്പദം കുമ്പിടുന്നു. വളരെ ഈസി ആയിട്ട് ആ ഭഗവാന് അതെല്ലാം മാറ്റുവാൻ സാധിക്കും. ത്വരിതമകല നീക്കുവാൻ സ്വാമി തൃപ്പദം കുമ്പിടുന്നു. അങ്ങനെ പ്രാപ്തിയുള്ള ആ ഭഗവാനെ, അങ്ങനെ ആ സത്യസ്വരൂപിനെ ഞാൻ സദാ സ്മരിച്ചുകൊണ്ട്, എന്തൊരു ഗ്രാൻഡ് വിഷനാണ്. നോക്കൂ, നമ്മൾ ഈ ഒരു തത്വത്തെ ഇനി ഭാഗവതത്തിന്റെ ഭാഷയിൽ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതി എന്ന് പറയുന്നു. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും അയ്യപ്പനെന്നും എന്നിങ്ങനെയുള്ള പേരുകൾ വെച്ച് ആ ഒരു തത്വത്തെ വർണ്ണിക്കും. ഭാഗവതം പിന്നെയും പറയുന്നു, ആത്മാവാസ്യവിധം വിശ്വം. അതേ ആത്മാവാണ് ഈ വിശ്വം മുഴുവനും വാഴുന്നത്. ഈശാവാസ്യ ഉപനിഷത്ത് നമ്മൾക്ക് പറയുന്നു, ഈശാവാസ്യവിധം സർവം. ആ ഈശ്വരനാണ് എവിടെയും വസിക്കുന്നത്. അതേ തത്വം തന്നെയാണ് നമ്മുടെ ഉള്ളിലും, അതേ തത്വം തന്നെയാണ് എവിടെയും കാണുവാൻ നമുക്ക് സാധിക്കും. തൈത്തിരീയ ഉപനിഷത്ത് വീണ്ടും ഒരു ലെവലിലേക്ക് താഴെ പോകുന്നു. അതായത് ഓം ബ്രഹ്മവിത് ആപ്നോതി പരം തദ്ദേശാഭിക്ത സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ആ തത്വം എങ്ങനെയുള്ളതാണ്? സത്യം ആണ്, ജ്ഞാനമാണ്, അനന്തമാണ്. അതായത് ഈ ഹയർ നേച്ചർ ഓഫ് ഗോഡ്, അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതാണ് മാക്രോകോസം എന്ന് പറയും, അല്ലെങ്കിൽ സമഷ്ടി എന്ന് പറയും. ആ ഹയർ നേച്ചർ ഓഫ് ഗോഡ് എങ്ങനെയാണ്? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. അതെവിടെയാണ്? യോ വേദ നിഹിതം ഗുഹായ. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഓം ബ്രഹ്മവിത് ആപ്നോതി പരം തദ്ദേശാഭിക്ത സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ യോ വേദ നിഹിതം ഗുഹായ പരമേ വ്യോമൻ. ആ തത്വം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ഹയർ നേച്ചർ ഓഫ് ഗോഡ് അല്ലെ നമ്മൾ പറയുന്ന ആ മാക്രോകോസം അല്ലെങ്കിൽ സമഷ്ടി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹയർ നേച്ചർ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഈ എക്സിസ്റ്റൻസ് ആണ്, നമ്മുടെ അസ്ഥിയാണ്. നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ അവിടെ ഭാവിയാണ്. ബ്ലിസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയമാണ്. അതായത് നമ്മൾക്ക്
ഏതൊരു വസ്തു, ലോകത്തിലുള്ള ഏതൊരു വസ്തു എടുത്തു നോക്കി, നമ്മുടെ ശരീരം ഉൾപ്പെടെ ഇതെല്ലാം നാമരൂപങ്ങളാണ്. ഈ നാമരൂപങ്ങൾക്ക് പിന്നിൽ ചൈതന്യം കൊടുക്കുന്നത് ഈ ഒരു തത്വമാണ്. അതായത് ഈ എക്സിസ്റ്റൻസ് കോൺഷ്യസ്നസ് ബ്ലിസ് പ്രിൻസിപ്പിൾ. അത് നമ്മൾ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും അയ്യപ്പനെന്നും ഭഗവാനെന്നും ദേവിയെന്നും അങ്ങനെ പല പല പേരുകൾ നൽകി നമ്മൾ വിളിക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടു ജീവന്റെ സ്വരൂപം, ഇപ്പോൾ നമ്മൾ ഈശ്വരന്റെ സ്വരൂപമാണ് കാണുന്നത്. അതായത് ഈ സമഷ്ടി തത്വം. ഈ ഈശ്വര സ്വരൂപം ജീവസ്വരൂപവും നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? സാധനകൾ, ഉപാസനകൾ, ഇവ അനുഷ്ഠിക്കണം. ഞാൻ പറയുണ്ടായിട്ടുണ്ട്, ആ മനസ്സിന്റെ തലത്തിൽ നിന്നും പിന്നീട്, അതായത് മനസ്സിന്റെ തലം ഭേദിച്ച് നമ്മൾക്ക് പോകണം. നമ്മുടെ മനസ്സിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ചൈതന്യത്തിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾക്ക് അതിന്റെ പുറമെ അല്ലെ അതിന്റെ പിന്നിലേക്കുള്ള ഈ തത്വത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല. കാരണം അങ്ങനത്തെയുള്ള ഒരു ലീലാവിലാസമാണ്, അങ്ങനെയുള്ള ഒരു മായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമ്പ്രദായമാണ് ഭഗവാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഭേദിച്ച് മനസ്സിന്റെയും പിന്നിലുള്ള ഈ തത്വത്തെ നമ്മൾ അറിയണം. അത് മനസ്സുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാര്യം അത് ഇന്ദ്രിയ ഗോചരമല്ല. അപ്പോൾ ഈ ഈശ്വര തത്വവും ഈ ജീവതത്വവും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പ്രാപ്തിയുള്ള ഒരു ഗുരു ആണ് നമ്മൾക്ക് വേണ്ടത്. ഇപ്പൊ ശബരിമല പ്രധാനുഷ്ഠാനം തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഗുരുസ്വാമിയിൽ നിന്നും മന്ത്രദീക്ഷ വാങ്ങിക്കുകയും അതുപോലെ തന്നെ മാലമുദ്ര സ്വീകരിക്കുകയും അല്ലെ. ഗുരു എന്ന് പറയുന്ന ആരാണ് ഇവിടെ? ഗുരു എന്ന് പറയുന്നത് ഈ തത്വങ്ങളെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുവാൻ പ്രാപ്തിയുള്ളവനാകണം, ശ്രോത്രിയനാകണം, ബ്രഹ്മനിഷ്ഠനാകണം, ഈ ബ്രഹ്മത്തെ അറിഞ്ഞവനായിരിക്കണം. ആരായിരിക്കണം? ദേശികനായിരിക്കണം. അതായത് ഈ കറക്റ്റ് ആയിട്ട് ഡയറക്ഷൻ, ദിശ കാണിച്ചു തരുവാൻ പ്രാപ്തിയുള്ള ആളായിരിക്കണം. ശിഷ്യന് ഏത് രീതിയിലുള്ള ഡയറക്ഷനാണോ കൊടുക്കേണ്ടത് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ, ആ തത്വത്തെ കാണിച്ചു തരുവാനുള്ള ഡയറക്ഷൻ കാണിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു പുമാനായിരിക്കണം, അനുകമ്പയുള്ളവനായിരിക്കണം. നമുക്കറിയാം, നമ്മള് ഗുരുവന്ദനത്തിൽ തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ, തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഒരു തത്പദാർത്ഥത്തെ കാണിച്ചു തരാൻ പ്രാപ്തിയുള്ള ആളാണ് ഗുരു. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലും അതുപോലെ എല്ലായിടത്തും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നതുമായ ആ അഖണ്ഡ ശക്തിയെ കാട്ടിത്തരുവാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം ഗുരു. ദൈവദശകത്തിൽ നാരായണ ഗുരുസ്വാമി പറയുന്നു, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തങ്ങു പുകഴ്ത്തു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. പുകഴ്ത്തുന്നു, അതായത് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങും എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തെ കാട്ടിത്തരുവാൻ തന്റെ ഉള്ളിലും അതുപോലെ തന്നെ എവിടെയും കാട്ടിത്തരുവാൻ പ്രാപ്തിയുള്ള ഒരു ഉത്തമനായിരിക്കണം, ഒരു പുമാനായിരിക്കണം ഗുരു. അപ്പോൾ നമുക്ക് ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിൽ കൂടി ആ ഗുരു എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് ഒരു ചെറിയൊരു ഭാഗം നമുക്ക് നോക്കാം. മായാനിരോധിതൻ ഗുരുവെന്ന സംജ്ഞയാൽ ആചാര്യവര്യന്റെ യോഗ്യതയ്ക്കാദ്യമായി ധാർമ്മികനാകണം, സ്ഥിരവാസവും വേണം, ഭൂതങ്ങളിൽ ദയ ഏറ്റമുണ്ടാവണം, അന്യാതരങ്ങളും സത്യമാർഗങ്ങളും സർവോപരി ഭക്തിയും ഉള്ളൊരു ധാർമ്മികനായുള്ള ധീരൻ ഗുരുവെന്ന തത്വജ്ഞനാകുന്നൊരുത്തമൻ കീർത്തിമാൻ അജ്ഞാനവാരണൻ ആചാര്യനല്ലയോ. ആരാണ്? തത്വജ്ഞാനം
നൽകുവാൻ പറ്റുന്ന ഒരു കീർത്തിമാനാകണം. അജ്ഞാനത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം. സർവോപരി ഭഗവത് ഭക്തിയുള്ളവനായിരിക്കണം, ധാർമ്മികനായിരിക്കണം, ധീരനായിരിക്കണം. മായയെ വെല്ലുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഭൂതങ്ങളിൽ ദയയുള്ളവനാകണം. അപ്പൊ ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ആണ് ഗുരുവിന്. ഒരു യഥാർത്ഥ ഗുരു എന്താണ് ചെയ്യുന്നത്? ശിഷ്യനെയും അതേ തലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഒരു ഗുരുസ്വാമിയിൽ നിന്ന് മന്ത്രദീക്ഷയും മുദ്രയും സ്വീകരിക്കുന്നു ഒരു അയ്യപ്പൻ, ഒരു സ്വാമി, അല്ലെ? ആ മാല ധരിക്കുന്നതോടുകൂടി ആ ഒരു വ്യക്തി അയ്യപ്പനാവുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഉള്ളിലുള്ള ആ ഈശ്വര ശക്തിയെ അറിയുവാൻ അല്ലെങ്കിൽ ദർശിക്കുവാൻ തയ്യാറെടുക്കുന്നതിന്റെ ഒരു പ്രതീകമാണ്. പിന്നെ നമുക്കറിയാം, ഈ മാല എന്ന് പറയുമ്പോൾ മാലയിൽ ധാരാളം മുത്തുകളുണ്ട്. ഈ മുത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ നാമരൂപങ്ങളാണ്. നമുക്കറിയാം, ആ മുത്തുകളെ എല്ലാം കോർത്തിണക്കി നിർത്തുന്നത് എന്താണ്? അതിന്റെ പിന്നിലുള്ള ഒരു ചരടാണ്. ആ ചരടാണ് ഇതിന്റെ ആധാരമായിട്ട്. മൈ സർവമിതം ക്രോധം സൂത്രേ മണിഗണായിവ. ഈ പല മുത്തുകളെ കോർത്തിണക്കി നിർത്തുവാൻ സാധിക്കുന്ന ചരട്. അപ്പോൾ നമുക്ക് ഈ മാല ധരിക്കുന്നതിന്റെ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പല നാമരൂപങ്ങൾ, ഈ ചുറ്റുപാടുള്ള നാമരൂപങ്ങളുടെ എല്ലാം പിന്നിൽ അതിനെല്ലാം കോർത്തിണക്കി നിർത്തുന്ന, അതിനെ എല്ലാം ആധാരമായ ആ ശക്തി തന്റെ ഉള്ളിൽ ദർശിക്കുവാൻ തയ്യാറെടുക്കുന്നതിന്റെ പ്രതീകമാണ് ഈ മാല ധരിക്കുന്നത്. അതോടൊപ്പം തന്നെ കറുത്ത വേഷം. അവിടെ എന്താണ് കറുത്ത വേഷത്തിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ആ ശരീരബോധം വെടിയുകയാണ്. ഭക്തൻ ശരീരബോധം വെടിയുകയാണ്. ഇത് അറിവോടുകൂടിയാണ്. നമ്മൾ കാണുകയുണ്ടായ ത്വംപദാർത്ഥം തത്പദാർത്ഥം. താൻ ശരീരമല്ല, താൻ മനസ്സല്ല, താൻ ബുദ്ധിയല്ല, താൻ ഇന്ദ്രിയങ്ങളല്ല. ഇതിന്റെ എല്ലാം പിന്നിൽ അടിസ്ഥാനമായി നിൽക്കുന്ന ബോധമാണ്, ആ സത്വസ്തുവാണ്. ഈ ഒരു തിരിച്ചറിവോടുകൂടിയാണ് കറുത്ത വേഷം ധരിക്കുന്നത്, അല്ലെങ്കിൽ നീലവേഷം ധരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കാവ്യവേഷമാകാം. താൻ ശരീരമല്ല, മനസ്സല്ല, ഇന്ദ്രിയങ്ങളല്ല, ബുദ്ധിയല്ല, ഇതല്ല, അതൊന്നുമല്ല. താൻ ബോധമാണ്, അയ്യപ്പനാകുന്ന ബോധമാണ്. മാത്രമല്ല, ഈ ആത്മീയമായിട്ടുള്ള ഒരു ഊർജവും നമ്മൾക്ക് നേടുവാൻ പ്രാപ്തമാക്കുന്ന ചര്യകളാണ്. അതാണ് ഈ കറുത്ത വേഷവും മാലയും ഒക്കെ നമ്മൾ ധരിക്കാൻ കാരണം. അതായത് നമ്മുടെ ഊർജം, ആത്മീയ ഊർജം കൂട്ടുവാൻ വേണ്ടിയാണ്. അതൊരു യോഗഭാവത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ പ്രാപ്തമാക്കുന്ന ചിട്ടവട്ടങ്ങളാണ് ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് ശ്രീമദ് അയ്യപ്പഭാവത്തിൽ ഈ ഒരു മുദ്രാധാരണത്തിന്റെ മഹത്വം പറയുന്നു. 3 പാദങ്ങൾ ചേർന്ന മന്ത്രമാം നവാക്ഷരി ചേർന്നോതി ഗുരുവിനാൽ മുദ്രയും ധരിക്കേണം. ഹാരത്തെ ശാസ്ത്രവാദം ചേർത്തുടൻ പൂജിച്ചുള്ള മാലയായിടും മുദ്ര എന്നു ഞാൻ ചൊല്ലിയിടുന്നേ. 3 പാദങ്ങൾ ചേർന്ന മന്ത്രമാം നവാക്ഷരി. 3 പാദങ്ങൾ, അതായത് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് ചേർന്ന മന്ത്രമായ, എന്ന് ചേർന്ന നവാക്ഷരി മന്ത്രം. ഇവിടെ നവാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് സ്വാമിയെ ശരണം അയ്യപ്പ. ആ നവാക്ഷരി മന്ത്രം എന്താണ്? ചേർന്ന് ഓതി ഗുരുവിനാൽ മുദ്രയും ധരിക്കണം. ആ മന്ത്രോച്ചാരണത്തോടുകൂടി ഗുരുവിൽ നിന്നും ഈ മുദ്ര സ്വീകരിച്ച്, ഈ മാല സ്വീകരിച്ച് സദാ ഈ നവാക്ഷരി മന്ത്രം ധരിക്കണം, ജപിക്കണം. മുദ്ര ധരിച്ച് ഈ മന്ത്രം ജപിക്കണം. ഹാരത്തെ ശാസ്ത്രവാദം ചേർത്തുടൻ പൂജിച്ചുള്ള മാലയായിടും മുദ്ര എന്ന് ഞാൻ ചൊല്ലിയിടുന്നേ. അങ്ങനെ മാലയിട്ട ഈ ഭക്തൻ ഋഷി തുല്യനായ ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. അതിനെന്താണ് വേണ്ടത്? നമ്മുടെ ഉള്ളിലെ ഈ സാത്വിക ഗുണങ്ങൾ വളർത്തണം, നല്ല ശീലങ്ങൾ സ്വീകരിക്കണം. ചില ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ.
ചിലതൊക്കെ ഉപേക്ഷിക്കണം, ചിലതൊക്കെ സ്വീകരിക്കണം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡൂസ് ആൻഡ് ഡോൺസ്, യമനിയമാദികൾ. എന്തൊക്കെയാണ്? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, നവരിഗ്രഹം. നിയമാദികൾ എന്ന് പറയുമ്പോൾ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. നമുക്കറിയാം, ഞാനതൊന്നും വിസ്തരിക്കേണ്ട ആവശ്യമില്ല. ശൗചം എന്ന് പറയുന്നത് മാനസികമായും ശാരീരികമായും ബൗദ്ധികമായിട്ടും എല്ലാ രീതിയിലുമുള്ള ശൗചമാണ്. ഈ സന്തോഷം എന്ന് പറയുമ്പോൾ അതാണ്, ഈ ഒരു അറിവിൽ നമ്മൾ ജീവിക്കുമ്പോൾ സന്തുഷ്ടത ഉണ്ടാകും, ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും. തപസ്, നിരന്തരം ഈ മന്ത്രജപത്തിൽ കൂടി ആ ഒരു തത്വത്തെ അറിഞ്ഞ്, ആ തത്വത്തെ ഉൾക്കൊണ്ട്, ആ തത്വം ഉള്ളിൽ തന്നെ ദർശിച്ച്. സ്വാധ്യായം പറയുണ്ടായി, ശാസ്ത്ര പഠനം, ഗുരുവിൽ നിന്നുള്ള അഭ്യാസം, സ്വാധ്യായം, ധർമ്മഗ്രന്ഥങ്ങൾ വായിക്കുക, അഭ്യസിക്കുക. ഈശ്വര പ്രണിധാനം, ഈശ്വരനെ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ല, ഈശ്വരനെ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു ചര്യയിൽ, ഈ ഒരു പദ്ധതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധർമ്മം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾക്ക് ഒരു ട്രാക്ക് ആയിട്ടുള്ളത്. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് ഒരുപക്ഷെ മിസ്ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഒരു വേർഡാണ്. ഇവിടെ ആചരിക്കേണ്ടതാണ് ധർമ്മം, നമ്മൾ അറിഞ്ഞ് ആചരിക്കേണ്ടതാണ് ധർമ്മം. അയ്യപ്പഭാഗവതം നമ്മൾക്ക് പ്രഥമകാണ്ഡത്തിൽ കൂടി പറഞ്ഞു തരുന്നു 6 കാര്യങ്ങളാണ് ധർമാചരണം ചെയ്യുവാൻ വേണ്ടി ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. എന്തൊക്കെയാണ്? സത്യവും സ്ഥിരോത്സാഹസത്തയും അധ്വാനത്തിൻ കൃത്യശീലവും തമ്മിൽ ആദരവായ്പതും ചേർന്ന് അന്യരെ സേവിപ്പതും അങ്ങയിൽ രമിപ്പതും ഈ വിധം ഷഡ്രൂപങ്ങൾ ധർമ്മത്തെ നിലയ്ക്കുമ്പോൾ ആ മഹാധർമ്മത്തിന്റെ ആവശ്യം കുറയുമോ? ആവതോ ഭൂവി വാസം ധർമ്മമെന്യാർക്കും ധർമ്മത്തെ പാലിച്ചെന്നാൽ ധർമ്മവും പാലിച്ചിടും ധർമ്മശാസ്താവോ ധർമ്മമൂർത്തമാം മഹാദൈവം. ആ ധർമ്മമൂർത്തിയെ എന്താണ് ചെയ്യേണ്ടത്? ആ ധർമ്മം പാലിക്കാൻ വേണ്ടിയാണ് ആ ധർമ്മമൂർത്തി അവതരിച്ചിരിക്കുന്നത്. ആ ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ആ ധർമ്മവും രക്ഷിക്കും. 6 കാര്യങ്ങൾ ഏതൊക്കെയാണ്? സത്യാചരണം, അധ്വാനശീലം, സ്ഥിരോത്സാഹം, അന്യാദരം, സേവന മനോഭാവം, അചഞ്ചലമായ ഈശ്വര ദർശനം, ആ ഭക്തി. അങ്ങനെ ധർമ്മം എന്ന് പറയുന്നത് മോക്ഷത്തിലേക്കുള്ള ആ ഒരു ചവിട്ടുപടിയാണ്. മോക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ അറിവ്, നിത്യനിരന്തര ഭഗവത് സാമീപ്യം, ഈ ഒരു അറിവ്, തത്വം, ഇത് തമ്മിലുള്ള ആ ഒരു ഇന്റർ ലിങ്കേജ്, തന്റെ സ്വരൂപം എന്താണ്, സ്വസ്വരൂപമായ ആ ബോധശക്തി എന്താണ്, ആ ബോധശക്തി തന്നെ, ആ അയ്യപ്പൻ തന്നെയാണ് തന്റെ ഉള്ളിലുള്ളത് എന്നുള്ള ഈ ഒരു അറിവ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് വ്യവഹാരങ്ങൾ ചെയ്യുവാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ ഒരു ഇന്നർ ഫ്രീഡം ആണ്, ഈ ഒരു അറിവാണ്, ഈ ഒരു നിത്യനിരന്തര ഈശ്വര സാമീപ്യമാണ്. അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിന്റെയും പിന്നിലായ ഈ ബോധശക്തിയെ, മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ അത് നമ്മൾക്ക് സാധിക്കൂ. അതിനാണ് നമ്മൾ മനോനിയന്ത്രണങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം, ഭഗവാൻ അയ്യപ്പൻ പുലിപ്പുറത്ത് ഉള്ള ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്താണ് ഇത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ മനോനിയന്ത്രണത്തിന്, അതായത് നമ്മുടെ മനസ്സിനെ അടക്കുവാൻ പ്രാപ്തി നമ്മൾക്കുണ്ട് എന്നാണ് ആ ഒരു സങ്കല്പത്തിൽ കൂടി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് നമ്മളുടെ അന്ധകരണം ശുദ്ധമാകുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ബൗദ്ധികമായിട്ടും ഭാവവികാരങ്ങളും ഇതെല്ലാം ശുദ്ധമാകും. അവിടെ എല്ലാം ശുദ്ധി ഉണ്ടാകും, അല്ലെ? അങ്ങനെ സ്വാത്വിക ഭാവം കൂട്ടുവാനുള്ള ചര്യകളാണ്. ഈവൻ നമ്മളുടെ ആഹാരം പോലും അത്രയും വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത്. ദൈനംദിന ചടങ്ങ് ഓരോ ചിട്ടകളുണ്ട്. സമയപരിമിതി പോലും അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ മാലയിടുന്ന ഭക്തനിൽ സമഭാവന ഉണ്ടാകും. എല്ലായിടത്തും ആ സ്വാമിമയം, ആ സ്വാമി ചൈതന്യം, ഒരേ ചൈതന്യ ശക്തി എല്ലായിടവും ഇത് തന്നെയാണ് എന്നുള്ള ഒരു അറിവാണ് ഈ 41 ദിവസം കൊണ്ട് ഭക്തർ നേടിയെടുക്കും. നവകാണ്ഡത്തിൽ ശ്രീമദ് അയ്യപ്പഭാഗവതത്തിൽ പറയുന്നു, അന്യരെ കാണുന്നേരം ധന്യരായി വന്നിക്കേണം,
സർവഭൂതങ്ങൾക്കുള്ളിൽ എന്നെയും കണ്ടിടണം. അന്യരെ കാണുന്നവരെ എങ്ങനെയാണ്? ധന്യരായി വന്ദിക്കണം. അവരുടെ ഉള്ളിലും ഇതേ ചൈതന്യമാണ് എന്നുള്ള അറിവോടുകൂടി അവരെ വന്ദിക്കണം. സർവഭൂതങ്ങൾക്കുള്ളിൽ എന്നെയും കണ്ടിടണം. മനുഷ്യർ മാത്രമല്ല, എല്ലാ ഭൂതങ്ങളിലും ഈ പ്രപഞ്ചത്തിലെ എല്ലാം ആ ഭഗവാന്റെ ആവിഷ്കാരങ്ങളാണ് എന്നുള്ള ആ ഒരു അറിവോടുകൂടി അവയെ എല്ലാത്തിനെയും നമിക്കണം, കണ്ടിടണം എന്നാണ് പറയുന്നത്. അങ്ങനെ ലോകം മുഴുവൻ ഏകത്വവും സമദർശിത്വവും സാധ്യമാക്കി തരുന്നു ഈ അയ്യപ്പ ഭക്തി. അങ്ങനെ ഈശ്വരന്റെ സൃഷ്ടി വൈഭവം കൊണ്ടുള്ള എന്താണ് ഈ നാമരൂപങ്ങളാണ് ഈ ജഗത്തും ജീവനും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മൂന്നാമത് പറഞ്ഞ പദം എന്താണ്? ജഗത്താണ്. ആദ്യം ജീവൻ, രണ്ടാമത് ഈശ്വരൻ, മൂന്നാമത് ജഗത്ത്. ഈ പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ എല്ലാ നാമരൂപങ്ങളും, അതാണ് നമ്മൾ ജഗത്ത് എന്ന് പറയുന്നത്. ആ ജഗത്തിന്റെ എല്ലാത്തിന്റെയും, ഈ ജഗത്തിലെ ഓരോ വസ്തുക്കളുടെയും, ഓരോ ജീവന്റെയും, ഓരോ വസ്തുക്കളുടെയും നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് ഈ ഭഗവാൻ അയ്യപ്പനാണ്, ഈ ബോധസ്വരൂപനാണ് എന്നാണ് നമ്മൾക്ക് ഈ അയ്യപ്പ ഭക്തി കാട്ടിത്തരുന്നത്. അങ്ങനെ മനഃശുദ്ധി വന്ന് മനസ്സ് എന്താണ് ഈ ഒരു തീർത്ഥാടനത്തിന് വേണ്ടി അതിനെ നമ്മൾ യോഗ്യമാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ 41 ദിവസം കൊണ്ട് ഒരു മണ്ഡലം എന്ന് പറയുന്നതാണ്. ഒരു 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 ബിഹേവിയറൽ ചേഞ്ച് ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത്രയും സമയം വേണം, ഏറ്റവും മിനിമം ആയിട്ട്. അപ്പോ അങ്ങനെ എവിടെയും സ്വാമിമയം, ആ സ്വാമി ദർശനം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദ പ്രകടനമാണ് ഈ പേട്ടതുള്ളൽ. നമുക്ക് അറിയാം, എല്ലാവരുടെയും ഉള്ളിൽ എന്താണ് പേട്ടതുള്ളുമ്പോൾ പറയുന്ന സ്വാമി തിന്തകത്വവും അയ്യപ്പൻ തിന്തകത്വവും. അതായത് സ്വാമി നിന്ദകത്വവും അയ്യപ്പൻ എന്തകത്വവും. ആ അന്തര്യാമിയായ ഭഗവാനാണ് എവിടെ നിന്റെ ഉള്ളിലും എന്റെ ഉള്ളിലും എവിടെയും നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഒരു അറിവുണ്ടാകുമ്പോൾ ഉള്ള ഒരു ആനന്ദ പ്രകടനമാണ്, അല്ലെ ആനന്ദ നൃത്തമാണ് ഈ പേട്ടതുള്ളിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ മനസ്സിലെ ദുർവാസനകളെ എല്ലാം മാറ്റി, നമുക്കറിയാം മഹിഷി മർദ്ദനം അങ്ങനെയുള്ള കഥകളെല്ലാം ശ്രീമദ് അയ്യപ്പഭാഗത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. സമയപരിമിതി മൂലമാണ് അതിലോട്ടൊന്നും പോകാത്തത്. അപ്പൊ മഹിഷി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ദുർവാസനകളാണ്. ആ മഹിഷി വാസനകളല്ല, ദുർവാസനകളെല്ലാം ഉള്ളിൽ നിന്ന് മാറുമ്പോൾ എപ്രകാരമാണോ ആ മഹിഷിയെ ഭഗവാൻ അയ്യപ്പൻ മഞ്ചമാതാവാക്കിയത്, അഥവാ മാളികപ്പുറത്ത് അമ്മയാക്കിയത്, അപ്രകാരം തന്നെ അയ്യപ്പ സ്വാമി നമ്മളെ ആ തലത്തിലേക്ക് ഉയർത്തും. ശ്രീമദ് അയ്യപ്പഭാഗവതം പറയുന്നു, അയ്യപ്പനെ ഭജിപ്പവന് അയ്യപ്പനാവാം. അപ്പൊ അങ്ങനെ ഇതുപോലെ ചിട്ടപ്പെടുത്തിയ ഒരു വ്രതചര്യയിൽ കൂടി, ഈ ഒരു തപശ്ചര്യയിൽ കൂടി നമ്മൾ ആത്മനിവേദനമാണ് ചെയ്യുന്നത്. അങ്ങനെ ആത്മനിവേദനം ചെയ്യുമ്പോൾ അന്ധകരണ ശുദ്ധി ഉണ്ടാകുന്നു. അന്ധകരണ ശുദ്ധി ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ഭക്തി അനന്യ ഭക്തിയിലേക്ക്, അതായത് താനും ഈശ്വരനും വേറെ അല്ല എന്നുള്ള ആ അറിവ്, ആ ഒരു കൺവിക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ടാകും. നമുക്കറിയാം, ദർശനത്തിന് പോകുന്നതിന് മുമ്പ് ഭക്തർ നെയ്മുദ്ര അല്ലെങ്കിൽ നെയ്ത്തേങ്ങ നിറയ്ക്കുന്നു. അപ്പം തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ആ ഒരു നമ്മുടെ ശരീരത്തിന് തുല്യമാണെന്ന് നമുക്ക് ആചാര്യന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. അതില് ആ തേങ്ങയിലുള്ള വെള്ളം, അതായത് ചന്ദ്രമാകുന്ന മനസ്സ്, ആ മനസ്സിനെ മാറ്റി ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് എന്താ ചെയ്യുന്നത്? അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി നെയ്യ് നിറയ്ക്കും. ഈ നെയ്യ് ഉണ്ടാകുന്നത് അറിയാലോ, ഒരു പഞ്ചീകരണത്തിൽ കൂടിയാണ് നെയ്യ് ഉണ്ടാകുന്നത്. അത് വളരെ സൂക്ഷ്മമായ ഒരു വസ്തുവാണ് നെയ്യ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നെയ്യ് നിറച്ച്, അതായത് നെയ്മുദ്ര, നെയ്ത്തേങ്ങ നമ്മുടെ സന്നിധിയിൽ ഇത് ഭഗവാന് മുൻപിൽ എത്തിച്ച് എന്താ ചെയ്യുന്നത്? അത് ആ നെയ്യെടുത്ത് നെയ്യഭിഷേകത്തിന് കൊടുക്കും, അല്ലെ? ഭഗവാന്റെ നെയ്യഭിഷേകം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ മൂർധാവിലാണ് അഭിഷേകം ചെയ്യുന്നത്. അതല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭക്തനെ ആ ഭഗവാൻ തന്നെ സ്വയം ശിരസിലേറ്റുകയാണ് ചെയ്യുന്നത്. ആ ഭക്തനെ ഭഗവാനിൽ തന്നെ അലിയിക്കുന്ന ഒരു ആ ഭാവം ഒന്ന് നോക്കൂ. നവകണ്ഠത്തില് നമുക്ക് കാണുവാൻ സാധിക്കും. ത്വമേവ ശരണം ഗച്ഛ ഭാവത്തിൽ സ്വയം ഭക്തർ ആത്മരൂപനാം എന്നിൽ ചേരാനീ മുദ്രകൾ സ്വാത്മാഭിമാനം മമ പാദത്തിലെത്തിക്കുമ്പോൾ ആത്മരൂപനാം എന്നിൽ ആത്മരൂപികൾ ചേരും. നോക്കൂ, എന്ത്
തികഞ്ഞ ഒരു അദ്വൈത സിദ്ധാന്തമാണ്, അദ്വൈത ദർശനമാണ്, ആ വേദാന്ത ദർശനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഭക്തനെ തന്റെ മൂർധാവിലേക്ക് ഏറ്റുന്നു. അതായത് ആത്മരൂപനാം എന്നിൽ ആത്മരൂപികൾ ചെയ്യുന്നു. പരമമായ ആ ഭഗവാന്റെ പ്രകൃതി പ്രതിഭാസങ്ങളാണ് നാം എല്ലാവരും, നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചവും എന്നുള്ള ഒരു ഐക്യബോധമാണ് ഉള്ളിൽ അയ്യപ്പ ഭക്തി കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു വ്രത അനുഷ്ഠാനങ്ങളാണ് ശബരിമലയോടനുബന്ധിച്ച്, ശബരിമല ദർശനത്തിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഋഷിവര്യന്മാർ അത്ര സയന്റിഫിക്കലി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ശ്രുതി പിന്നെയും പറയുന്നു, ബ്രഹ്മൈവ ഭവതി, അയ്യപ്പ ഭാഗവതം നമ്മൾക്ക് പറയുന്നു, ആ അയ്യപ്പനെ ഭജിക്കുന്നവന് അയ്യപ്പൻ തന്നെ ആകാം. ആ അയ്യപ്പ സ്വാമിയെ ഭജിക്കുന്നവന് ആ അയ്യപ്പ സ്വാമി തന്നെ ആകാം എന്ന് ശ്രീമദ് അയ്യപ്പ ഭാഗവതം ഉദ്ഘോഷിക്കുന്നു. അങ്ങനെ തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് പല പുണ്യ സ്ഥലങ്ങളും നമ്മൾ സന്ദർശിച്ച് അപ്പൊ അവിടെ അതിന്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങളും തത്വങ്ങളും എല്ലാം ഗ്രഹിച്ചാണ് നമ്മൾ പോകുന്നത്. അതായത് ഒത്തിരി പുണ്യ സ്ഥലങ്ങൾ, എരുമേലി, കല്ലിടാംകുന്ന്, ശരംകുത്തി, കാളകെട്ടി, നിലയ്ക്കൽ, പേരൂർത്തോട്, അഴുത, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം, പമ്പാതട, നീലിമല, ശബരിഗിരി, അങ്ങനെയുള്ള ഒത്തിരി പുണ്യസ്ഥലങ്ങൾ ദർശിച്ച് അതിന്റെ പിന്നിലുള്ള ഐതിഹ്യവും തത്വങ്ങളും എല്ലാം ഗ്രഹിച്ച് അങ്ങനെ 18 മലകൾ കടന്ന് ഒടുവിൽ എല്ലാ വാസനകളും ക്ഷയിച്ച് 18ാം പടി ചവിട്ടി, ആ 18 പടികൾ ചവിട്ടി അതിന്റെ അപ്പുറത്താണ് ആ സത്യം, ആ അയ്യപ്പൻ എന്ന് നമ്മൾക്ക് ആ ദർശനത്തിൽ കൂടി കാണുവാൻ സാധിക്കും. നവമകാണ്ഡത്തിൽ പിന്നെയും പറയുന്നു, പഞ്ചേന്ദ്രിയങ്ങൾ താനും അഷ്ടരാഗങ്ങൾ താനും ചഞ്ചലവിഹീനമായി ത്രിഗുണങ്ങളെ താനും പിന്നീടങ്ങ് അവിദ്യയും വിദ്യയും പൊരുളായി വന്നിടും മഹാത്മ്യങ്ങൾ പടികൾക്കുടൻ ചെമ്മേ. എന്താണ് പഞ്ചേന്ദ്രിയങ്ങള്, അഷ്ടരാഗങ്ങള്, പിന്നെ ത്രിഗുണങ്ങള്, അതാണ് ഓരോ പടികൾ. ആദ്യത്തെ 5 പടി എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങള്, പിന്നീടുള്ള 8 പടി എന്ന് പറഞ്ഞാൽ അഷ്ടരാഗങ്ങള്, പിന്നീടുള്ളത് 3 ഗുണങ്ങൾ സത്വം രജസ് തമസ്, പിന്നീടുള്ള എന്താണ് അവിദ്യയും വിദ്യയും. അതെല്ലാം കടന്ന് ചെല്ലുമ്പോ എന്താണ് ആ ഭഗവാൻ, അതാണ് ആ സത്യം, ആ അയ്യപ്പൻ അവിടെയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾക്ക് ഈ വ്രതാനുഷ്ഠാനത്തിൽ കൂടി അയ്യപ്പ ദർശനം നടത്തുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ജ്ഞാനത്തെ പ്രസരിപ്പിക്കുന്ന ചിന്മുദ്രാധാരിയായ ഭഗവാൻ അവിടെ ഇരിക്കുന്നു. ആ ഭഗവാനെ ചെന്ന് വന്ദിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, ഭഗവാൻ ഇരിക്കുന്നത് എങ്ങനെയാണ്? വലതേ കൈ നോക്കൂ, ആ ഒരു ചിന്മുദ്ര ധരിച്ചിരിക്കുന്നു. നോക്കൂ, ആ പെരുവിരൽ എന്ന് പറയുന്നത് ആ പരമാത്മാവ്, ആ ഭഗവാൻ. ചൂണ്ടുവിരലാകുന്ന ജീവാത്മാവ്. മറ്റു 3 വിരൽ എന്ന് പറയുന്നത് അത് സത്വം രജസ് തമസ്, അങ്ങനെ 3 ഗുണങ്ങൾ ചേർന്ന് പ്രകൃതി അല്ലെങ്കിൽ നാമരൂപങ്ങൾ. ആ ജീവാത്മാവ് സ്വപ്രയത്നത്താൽ അല്ലെ പുരുഷ പ്രയത്നത്താൽ പരമാത്മാവിലേക്ക് ലയിക്കുമ്പോൾ ഈ 3 വിരലുകൾ അത് വിട്ടുനിൽക്കും. അതായത് സത്വം രജസ് തമസ് ഗുണമായ പ്രകൃതി അല്ലെങ്കിൽ നാമരൂപങ്ങൾ വിട്ടുനിൽക്കുന്നു. ഈ ജീവാത്മാവ് പുരുഷനായ ആ ചൈതന്യത്തിലേക്ക്, ആ അയ്യപ്പനിലേക്ക് ചേരുകയാണ്. നോക്കൂ, അതുപോലെ തന്നെ ആ ഇടത്തെ കൈ, ഭഗവാന്റെ ഇടത്തെ കൈ എന്താണ് കാണിക്കുന്നത്? ഇടത്തെ കൈ എന്താണ്? ആ ഈ ഒരു തത്വത്തോടെ ജീവിക്കുമ്പോൾ ആ കമിഴ്ത്തി ഇട്ടിരിക്കുന്നു. ആ ഇടത്തെ കൈ നോക്കും, താഴ്ത്തി കമിഴ്ത്തി ഇട്ടിരിക്കുന്നു. അങ്ങനെ ലോകത്തിൽ വലിയ വ്യവഹാര പ്രാധാന്യം കൊടുക്കാതെ ഈ അറിവോടുകൂടി വ്യവഹരിച്ചോളൂ, എന്നെ ഭജിച്ചോളൂ, ഈ അറിവിൽ ജീവിക്കുന്നവരെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഒരു ഉറപ്പാണ് അയ്യപ്പസ്വാമി നമ്മൾക്ക് നൽകുന്നത്. അങ്ങനെ നമ്മൾക്ക് അവിടെ തന്നെ മഹാവാക്യ ഉപദേശം കിട്ടുകയാണ്. ആ തത്വം നമ്മൾക്ക് അവിടെ നിന്ന് ഗ്രഹിക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ചാന്തോക്യോപനിഷത്തില്, അതായത് ഉപദേശവാക്യമാണ് ഈ തത്വമസി. എന്താണത്?
അത് നീ തന്നെയാകും. യു ആർ ദാറ്റ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നാണ്. എന്താണ് ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി? നമ്മൾ കാണുകയുണ്ടായി ത്വം, അതായത് ആ ജീവസ്വരൂപം, തത് ആ ഈശ്വര സ്വരൂപം, അസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അതിന്റെ ഇന്റർലിങ്കേജ് അല്ലെ, അതെന്താണ്? തത് ത്വം അസി, ദ ഇന്റർലിങ്കേജ് ബിറ്റ്വീൻ ജീവസ്വരൂപം ആൻഡ് ഈശ്വര സ്വരൂപം, അത് ഇറ്റ് ഈസ് സെയിം. അതുകൊണ്ടാണ് മഹാവാക്യം എന്ന് പറയുന്നത്, അതിന്റെ ഗ്രേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ തുല്യമായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് അല്ലെ. പ്രഥമ ദൃഷ്ടിയ നമ്മൾക്ക് വ്യത്യാസം തോന്നും. ഫോർ എക്സാമ്പിൾ എക്സ് സമം വൈ, നമുക്ക് അറിയില്ല എക്സ് വൈ സെയിം ആണോ നമ്മൾ. അതുപോലെ തന്നെ പ്രഥമ ദൃഷ്ടിയ ഇത് വ്യത്യാസം ഉണ്ടായിരിക്കും ഒരുപക്ഷെ, ജീവസ്വരൂപം ഈശ്വര സ്വരൂപം. അങ്ങനെ ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ കൂടി ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ നേടി അവിടെ എത്തുമ്പോൾ ഭക്തന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രഥമ ദൃഷ്ട്യാ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ഈ ജ്ഞാനത്തിൽ എസെൻഷ്യലി ബോത്ത് ആർ സെയിം, ദാറ്റ് എസെൻഷ്യൽ വൺനെസ്, ആ ജീവ ഈശ്വര സ്വരൂപ ഐക്യം, ഇതാണ് നമുക്ക് ശ്രുതി അല്ലെങ്കിൽ അയ്യപ്പ ഭാഗവതം അല്ലെങ്കിൽ ഭഗവാൻ അയ്യപ്പൻ തന്നെ നമ്മൾക്ക് ഉറപ്പു നൽകുന്നത്. ആ ജീവ ഈശ്വര സ്വരൂപ ഐക്യം, ആ ഒരു ഉറപ്പാണ് നമ്മൾക്ക് അയ്യപ്പ ദർശനത്തിൽ കൂടി കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ പരിമിതമായ ബോധത്തിൽ നിന്നും, അതായത് നമ്മുടെ ജീവൻ പരിമിതമാണ്, ജീവസ്വരൂപം പരിമിതമാണ്, ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് കോൺഷ്യസ്നെസ് ആണ്, അത് ആ ഒരു ജ്ഞാനത്തോടു കൂടി മനസ്സിലാക്കുന്നു ജീവന്റെ സ്വരൂപം ആ ഈശ്വര സ്വരൂപം തന്നെയാണ്. അപ്പൊ ആ ഒരു ലിമിറ്റഡ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുവാൻ ഉള്ള ഉപദേശങ്ങളാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ദർശനത്തിന് ശേഷവും ഈ തത്വമസി തത്വം നമ്മൾക്ക് നിരന്തരമായിട്ട് ആ ശ്രവണ മനന ധ്യാനത്തിലൂടെ അനുസന്ധാനം ചെയ്ത്, അതായത് ആ ഒരു ദർശനം കഴിഞ്ഞ് അതിന്റെ വേറൊന്നും ഇല്ല എന്നല്ല വിചാരിക്കേണ്ടത്. ആ ദർശനം കഴിഞ്ഞ് ആ ഒരു കൺവിക്ഷനോടുകൂടി തിരികെ വന്ന് നിരന്തര ശ്രവണ മനന നിധിധ്യാസനത്തിലൂടെ അത് തന്നെ അനുസന്ധാനം ചെയ്ത് അതെങ്ങനെയാണ്? അത് അയമാത്മാ ബ്രഹ്മ എന്ന അനുഭവത്തിലൂടെ, അഹം ബ്രഹ്മാസ്മി എന്ന അറിവിലൂടെ നമ്മൾക്ക് ഉയരുവാൻ സാധിക്കും. അതിന് ചിട്ടപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് ഈ ഒരു ശബരിമല തീർത്ഥാടനത്തോട് അനുബന്ധിച്ചുള്ള വ്രതാനുഷ്ഠാനങ്ങളും. അവിടെ പറയുണ്ടായി കർമ്മത്തെ കർമ്മയോഗമാക്കണമെന്ന്. നമുക്ക് കാണുവാൻ സാധിക്കും ഈ 4 യോഗങ്ങൾ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് ഏതൊക്കെയാണ്? കർമ്മയോഗം, കർമ്മത്തെ കർമ്മയോഗമാക്കുക, ഭക്തിയോഗം, വിഭക്തി എല്ലാം പോയി ആ ഭഗവാനെ മനസ്സിലാക്കുക, ഭക്തിയോഗം വരുന്നത്. രാജയോഗം, നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് അന്ധകരണ ശുദ്ധി നടത്തുക, അതായത് ആ മനസ്സിന്റെയും പിന്നിലുള്ള ആ ബോധ സ്വരൂപനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആത്മവിചാരം ചെയ്ത് ജ്ഞാനയോഗം, ആ ബോധസ്വരൂപനാണ്, ഈ അറിവാണ്, പ്രജ്ഞാനം ബ്രഹ്മ, ഈ ഒരു തത്വം തന്നെയാണ് തന്റെ ഉള്ളിലും, ആ തത്വം തന്നെയാണ് എവിടെ ബോധസ്വരൂപനായി അയ്യപ്പ ചൈതന്യമായി നിലനിൽക്കുന്നത്. അങ്ങനെ ഈ 4 യോഗങ്ങളിൽ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു അയ്യപ്പ ഭക്തിയാണ് അല്ലെങ്കിൽ അയ്യപ്പ ദർശനമാണ് നമ്മൾക്ക് ശബരിമല വ്രതാനുഷ്ഠാനങ്ങളിൽ കൂടി നമ്മളെ പ്രാപ്തമാക്കുന്നത്. അപ്പൊ അങ്ങനെ ഈശ്വര സാക്ഷാത്കാരമാണ്, അയ്യപ്പ സാക്ഷാത്കാരമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിക്കും. ഒരു രാജ്യത്ത് വരൾച്ച ഉണ്ടായി, ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവിടെയുള്ള ജനങ്ങൾക്കുണ്ടായി. അവിടെ കുറച്ച് പ്രഗത്ഭരായ മിടുക്കരായിട്ടുള്ള ആൾക്കാർ അവർ ആ ഒരു രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി. അവിടെ വന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ ആ അതിർത്തിയിൽ വലിയൊരു മതിലാണ്. ആ മതിലിന്റെ ഉയരവും വളരെ ഉയർന്ന മതിലാണ്. അങ്ങനെ കുറെ പേര് ആ മതിലിന് മുകളിൽ കയറി. ആദ്യം കുറച്ച് പേര് കയറി. അപ്പോൾ അവർക്ക് മനസ്സിലായി ആ മതിലിന്റെ അപ്പുറത്ത് വളരെ ഗ്രീനറി, അതായത് അപ്പുറത്ത് വളരെ എന്താണ് പച്ചപ്പുള്ള ഒരു സ്ഥലം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേറൊരു രാജ്യമാണ്. ആ മനോഹാരിത കണ്ട് അവര് ഒന്നും നോക്കാതെ ചാടി.
കുറച്ചു പേര് ആദ്യം മതിലിൽ കയറി, അവര് തിരികോട്ട് ഒന്നും നോക്കിയില്ല, ആരോടൊന്നും പറഞ്ഞില്ല, അവര് ചാടി അപ്പുറത്ത്. പിന്നെ കുറച്ച് വേറെ കുറെ പേര് വന്നു, അവരെന്ത് ചെയ്തു? അവര് മതിലിന് മുകളിൽ കയറി. അവര് മതിലിന് പുറത്ത് കയറി അപ്പുറത്തെ കാഴ്ചകൾ കണ്ടു, അവര് തിരിഞ്ഞു നിന്ന് പറഞ്ഞിട്ട് അവർ ചാടി. പിന്നെ കുറെ പേരുണ്ട് എങ്ങനെ അവര് മതിലിന് മുകളിൽ കയറി കഴിഞ്ഞ് അപ്പുറത്തെ കാഴ്ച കണ്ടു, അവര് തിരികെ ഇറങ്ങി വന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് വീണ്ടും പോയി, അങ്ങനെ മതിൽ ചാടി. ഈ കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എങ്കിലും ഒരു തത്വത്തെ ഇവിടെ പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ദൃഷ്ടാന്തം ഉപയോഗിച്ചത്. ഈ മൂന്നാമത് പറഞ്ഞ കൂട്ടര് അവരാണ് നമ്മളുടെ ശ്രേഷ്ഠ ഗുരുപരമ്പരയിലുള്ളവർ. അവര് ആ സത്യം അറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് പകർന്ന് സദ്ഗ്രന്ഥങ്ങൾ എഴുതിയും അതുപോലുള്ള തത്വങ്ങൾ നമ്മൾക്ക് പറഞ്ഞു നിന്ന് നമ്മളെ ഉദ്ധരിപ്പിക്കും. അങ്ങനെ വീട്ടിലിരുന്ന് അയ്യപ്പനെ ഭജിക്കുവാൻ, ഈ തത്വങ്ങൾ അറിയുവാൻ ഇതുപോലെയുള്ള മഹത് ഗ്രന്ഥങ്ങളായ അയ്യപ്പ ഭാഗവതവും ശ്രേഷ്ഠ പരമ്പരകളും നമ്മൾക്ക് ധാരാളം കനിഞ്ഞു നൽകിയിട്ടുണ്ട്. ധാരാളം ജ്ഞാനാർജനത്തിന് വേണ്ടിയുള്ള അവന്യൂസ് നമ്മൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ തത്വം നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ഭജിക്കുകയും ഈ തത്വങ്ങളെല്ലാം അറിയുകയും അങ്ങനെ ആ അയ്യപ്പ തത്വത്തിലേക്ക് ഉയരുവാനും നമ്മൾ ഓരോരുത്തരെയും പ്രാപ്തമാക്കുവാനുമുള്ള ഉപദേശ സംഹിതകളാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിൽ കൂടി നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിൽ ഇരുന്ന് വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുക, അത് പാലിക്കുക. വിളിച്ചാൽ വെളിപ്പുറത്ത് എത്തുന്ന ഭഗവാനാണ് അയ്യപ്പൻ. അയ്യപ്പ ഭാഗവതൻ നവകാണ്ഡത്തിൽ പിന്നീട് പറയുന്നു, എന്നുടെ ഭക്തർ വാഴും ആലയം തോറും ചെമ്മേ ചെന്ന് ഞാൻ വസിച്ചിടും, സന്നിധി ചമച്ചിടും. അതായത് എവിടെ ഭഗവാനെ ഭജിക്കുന്നു, അയ്യപ്പനെ ഭജിക്കുന്നു, അവിടെ ഞാൻ തന്നെ വന്ന് സന്നിധി ചമച്ചിടും. ഞാൻ തന്നെ അവിടെ വന്ന് ഒരു സന്നിധാനം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അങ്ങനെ ഈ ഒരു നമ്മൾ നടത്തിയ ഒരു സത്സംഗം ആ ഭഗവത് പാതാരബന്ധങ്ങളിൽ അർപ്പിച്ചുകൊള്ളുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും ഗ്രഹങ്ങൾ ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമാകട്ടെ. ഈ ഒരു ലൈവ് പ്രോഗ്രാം ഒരുക്കി തന്ന സുഹൃതം ടീമിന്, അതായത് അധികാരിജിയും അതുപോലെ രമ ടീച്ചറും മറ്റുള്ള എല്ലാ അംഗങ്ങളെയും ഈ വേളയിൽ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ സ്വാമിജിയുടെ അനുഗ്രഹത്തോടെയാണ് ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാം ഇവർ സംഘടിപ്പിക്കുന്നതും. സ്വാമിജിക്ക് പ്രണാമങ്ങൾ ഈ സമയത്ത്. അതുപോലെ തന്നെ ഈ സത്സംഗത്തിൽ ലൈവായിട്ട് ചേർന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ. അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സുഹൃതം ടീമിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ അഭിനന്ദനം. അങ്ങനെ കർക്കിടക മാസത്തിൽ എപ്രകാരമാണോ നമ്മൾ രാമായണം അല്ലെ രാമായണ തത്വം ഉൾക്കൊള്ളുന്നത്, അതുപോലെ തന്നെ ഇനിയുള്ള വൃശ്ചിക മാസങ്ങളിൽ നമ്മളെല്ലാവരും അയ്യപ്പ ഭാഗവത തത്വം ഉൾക്കൊണ്ട് അങ്ങനെയുള്ള ഒരു മാറ്റം ആകട്ടെ ഇനിയും വരുന്നത്. അതിനുവേണ്ടി ഭഗവാൻ അയ്യപ്പൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഭഗവത് പാതാരബന്ധങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സർവത്ര ഹരിഹരസുതാപ സങ്കീർത്തനം. സ്വാമിയേ ശരണമയ്യപ്പ.